കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേൽ യുദ്ധം വളരെ തീക്ഷ്ണമായി നടക്കുകയായിരുന്നു. രണ്ട് വിഭാഗങ്ങൾക്കും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ വ്യോമസേന അവരുടെ കയ്യിലാണ്. ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ അവരുടെ കയ്യിലാണ്. അതായത് ലോകോത്തര നിലവാരമുള്ള ആയുധങ്ങൾ, അമേരിക്ക കൊടുക്കുന്ന ആയുധങ്ങളും ഉണ്ട്. എന്നാൽ ഇറാന് ആക്കൂടെ ഉള്ളത് മിസൈലുകളാണ്. പല കാറ്റഗറി മിസൈലുകളാണ്. അതിൽ ഹൈപ്പർസോണിക് മിസൈലുകളും ഉണ്ട്, അതല്ലാത്ത മിസൈലുകളും ഉണ്ട്, ഡ്രോണുകളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയിരക്കണക്കിന് എണ്ണമാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ തൊടുത്തുവിട്ട് കഴിഞ്ഞാൽ 100, 200, 500 മിസൈലുകളും ഡ്രോണുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മിസൈലാണ് ഫത്ത-2 ഹൈപ്പർസോണിക് മിസൈൽ. 1500 കിലോമീറ്റർ വരെ ദൂരത്തിൽ പോകാൻ പറ്റുന്ന മിസൈലാണ് ഇത്. ഇതാദ്യമേ ലോഞ്ച് ചെയ്യുമ്പോൾ ആദ്യമേ ഒരു റോക്കറ്റ് ലോഞ്ചറാണ് ഇതിലുള്ളത്. അത് ഒരു നിശ്ചിത ഉയരത്തിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ മിസൈൽ തന്നെ യാത്ര പോവുകയാണ് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക്. ആ മിസൈലിനൊരു പ്രത്യേകതയുണ്ട്. അത് വളഞ്ഞു പൊളഞ്ഞുമാണ് ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. അതായത് അമേരിക്കയുടെ ക്രൂയിസ് മിസൈൽ പോലെ. അതുകൊണ്ട് അതിനെ വെടിവെച്ചിടണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല. ഇസ്രായേലിൽ ആ കൂടെ ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഒന്ന് അവരുടെ അയൺ ഡോമാണ്, പിന്നെ ഡേവിഡ് സ്ലിംഗ്, അങ്ങനെ പല കാറ്റഗറി പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട്. അതിലൊരു പ്രതിരോധ സംവിധാനത്തിന് ആയിരക്കണക്കിന് മൈൽ ദൂരെ വരുന്ന മിസൈലുകളെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. പക്ഷേ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിലും ഇവിടുന്ന് ഇസ്രായേലിൽ നിന്ന് ആ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെ അടിച്ചിടാൻ തക്കവണ്ണം ഇത് നേരെ അല്ല വരുന്നത്, വളഞ്ഞു പൊളഞ്ഞാണ് വരുന്നത്. മാത്രമല്ല ആയിരക്കണക്കിന് എണ്ണമാണ് വരുന്നത്, ഒരുപാടെണ്ണം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ഇതിന് വളരെ എളുപ്പമാണ്. ആ ഒരേ ഒരു കാരണം കൊണ്ടാണ് ഇറാനിലെ ഹൈപ്പർസോണിക് ഫത്ത-2 മിസൈലുകൾ ഇസ്രായേലിൽ പലയിടത്തും പതിക്കുകയും അത് വലിയ നാശനഷ്ടം സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. പല കാറ്റഗറി മിസൈലുകളുണ്ട്. അതിൻ്റെ എഞ്ചിനീയറിംഗ് ഒരു അടിപൊളി എഞ്ചിനീയറിംഗ് ആണ്. കാരണം ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഉള്ളത് മിസൈലുകൾ മാത്രമേ ഉള്ളൂ. ഇസ്രായേലിനെ അവർ പ്രേരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഒരു ആയുധമാണ്. അത് വൻ വിജയമാണ്.